welcome to our channel Nathun Tips and Stitching. ഇന്ന് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ്. അതായത് 50 നോയമ്പിന്റെ പകുതി ഒരു 25 ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഉണ്ടാക്കാവുന്ന ഇൻഡേറി അപ്പം എന്ന് പറഞ്ഞ ഒരു റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ പുതിയ തലമുറയ്ക്കൊക്കെ ഇത് ഉണ്ടാക്കാൻ അറിയുമോ എന്നൊന്നും അറിയില്ല, പക്ഷെ ഞങ്ങളുടെ വീഡിയോ കാണുക എല്ലാവരും, അതിനുശേഷം വീട്ടിൽ ഉണ്ടാക്കാൻ ശ്രമിക്കരുത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഇൻഡേറി ഉണ്ടാക്കാനായിട്ട് ഒരു 250 ഗ്രാം ഉഴുന്നും പരിപ്പ് കുതിർത്ത് വെച്ചതാണ്. നമ്മളിത് ഒരു 2 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തതാണ്. നമ്മൾ തേങ്ങ കൊത്തി വെച്ചിട്ടുണ്ട്. നമുക്ക് ഒരു തേങ്ങ കൊത്തി വെച്ചതാണ്. പിന്നെ ഒരു മുറി തേങ്ങ നമ്മൾ അരയ്ക്കാൻ വെച്ചോണ്ടാണ്. ഇത് ചരുകി ഈ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അരയ്ക്കണം. പിന്നെ ഈ തേങ്ങ അരയ്ക്കുന്നതോടുകൂടി നമുക്ക് വെളുത്തുള്ളി, ഒരു കുടം വെളുത്തുള്ളി, ഒരു സ്പൂണ് ജീരകമുണ്ട്. ഇത് ഈ തേങ്ങ കൂടി ഇട്ട് അരച്ചിട്ട് വേണം ഇത് നമുക്ക് ഇൻഡറി ഉണ്ടാക്കാനായിട്ട്. ഇനി നമുക്കിതിന് അരിപ്പൊടി എടുക്കണം. അപ്പോൾ ഒരു 250 ഗ്രാമാണ് ഉഴുന്നും പരിപ്പ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണമെങ്കിൽ ഒരു 750 ഗ്രാം വരെ അരിപ്പൊടി എടുക്കാം. അപ്പോൾ നമുക്ക് അതിന് വേണ്ടി ഉഴുന്നും പരിപ്പ് ആദ്യം അരയ്ക്കാം. ഈ ഇൻഡേറി നമ്മൾ സാധാരണ എപ്പോഴും ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഒന്നും ഉണ്ടാക്കി കഴിക്കില്ല. അതൊരു നമ്മുടെ നൊയമ്പ് കാലത്തിൻ്റെ പകുതി നൊയമ്പ് എന്ന് പറയും, പാതി നൊയമ്പ്. ക്രിസ്ത്യൻസിൻ്റെ 50 നൊയമ്പിലത്തിൻ്റെ പകുതി നൊയമ്പാകുമ്പോഴാണ് അതിൻ്റെ ഒരു സൂചനയായിട്ടാണ് നമ്മൾ ഈ ഇൻഡേറി ഉണ്ടാക്കുക. ഒരു പവിത്രമായ ഒരു ചടങ്ങും കൂടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഉഴുന്നരയ്ക്കാം. ആദ്യം നമ്മുടെ ഉഴുന്നി കൂടെ നമുക്ക് ഈ വെളുത്തുള്ളിയും ജീരകവും കൂടിയിട്ട് അരയ്ക്കാം. ഉഴുന്നൊരു പകുതി മുഴുവൻ നമ്മൾ ആദ്യം അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ബാക്കി കുറച്ചും കൂടി അരയ്ക്കാനുള്ള കൂടെ അതൊരു വിധം അരഞ്ഞതിന് ശേഷം നമ്മുടെ ജീരകം, വെളുത്തുള്ളി, തേങ്ങയും കൂടിയിട്ട് നമുക്ക് അരയ്ക്കാം. തേങ്ങയും മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ജീരകം, വെളുത്തുള്ളി, തേങ്ങ, ഉഴുന്ന് ഒക്കെ അരച്ചത് നമുക്കിതേ ഒരുമിച്ച് ഒഴിച്ചേക്കാം. നമുക്ക് അരിപ്പൊടി ഒന്ന് അരച്ചെടുക്കാം. വെറുതെ ഒന്ന് മിക്സിയിൽ ഒരു അടി അടിച്ചെടുക്കാം. ഇവിടെ അരിപ്പൊടി അരച്ചതിലേക്ക് ഒഴിക്കാം. ഇനിയും ഒരു 2 കപ്പും കൂടി അരയ്ക്കണം. അപ്പോൾ 1 കപ്പ് എടുത്തിട്ടുള്ളൂ. ഒരു കപ്പും കൂടി 2 കപ്പും കൂടി അരയ്ക്കണം നമുക്ക്. അപ്പോൾ നമ്മളിവിടെ 3 കപ്പ് അരിപ്പൊടി എടുത്ത് അരച്ച് കഴിഞ്ഞു. നമുക്കൊന്ന് കലക്കി വയ്ക്കാം. ഇൻഡറിക്കുന്ന തേങ്ങ നമുക്ക് നന്നായി ചോക്ക വറക്കാം. തേങ്ങയ്ക്ക് നമുക്ക് നമ്മുടെ ചുവന്നുള്ളി അരിഞ്ഞ് വെച്ചത് അരിക്കിടാം. ചുവന്നുള്ളി നന്നായി ചോക്ക വറക്കണം. നമ്മൾ മീൻകറിയിലേക്കൊക്കെ ഉള്ളി കാച്ചണ പോലെ ചുവന്നുള്ളി അരിഞ്ഞു നമ്മുടെ കറിവേപ്പില അതിൽക്കിട്ട് കൊടുക്കാം. ഇവിടെ നാളികേരം ഇവിടെ നല്ല വറവായിട്ട് നാളികേരവും ചുവന്നുള്ളിയും വേപ്പിലയൊക്കെ അതൊക്കെ കൂടി നമുക്ക് ഇതിലേക്ക് ഇടാം. ഇത് നന്നായി ഇളക്കി നമ്മുടെ ദോശത്തവയിലും കോരി ഒഴിക്കാം. പിന്നെ നമ്മുടെ ആവിമ വട്ടയപ്പൊക്കെ ഉണ്ടാക്കുന്ന പോലെ ആവിമേലും നമുക്കത് പുഴുങ്ങിയെടുക്കാം. നമുക്ക് ഇതപ്പോൾ നന്നായി ഇളക്കി റെഡി നല്ല പാകത്തിനാക്കിയിട്ട് അപ്പം നമുക്ക് ദോശത്തവ വെച്ചിട്ട് ദോശത്തവയിലും കോരി ഒഴിക്കാം. ഇഡ്ഡലി പാത്രം വെച്ചിട്ട് അപ്പച്ചെമ്പ് വെച്ചിട്ട് അപ്പച്ചെമ്പിലും കോരി ഒഴിക്കാം.
അപ്പം നമ്മുടെ ആവിമ വെച്ചത് പാകം ഇപ്പോൾ എടുക്കാറായിട്ട് അപ്പം നമുക്കത് എടുക്കാം. ഇപ്പോഴത് ആവിമ വേവിച്ച ഇണ്ടേറിയപ്പം നമുക്ക് തവയിൽ ഉണ്ടാക്കാം. ദോശത്തവയിൽ എണ്ണ പുരട്ടിയിട്ട് മൊരിച്ചിട്ട് ഉണ്ടാക്കാം. ദോശത്തവയിൽ ഒഴിച്ച് ഉണ്ടാക്കാം. നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇങ്ങനെ ഉണ്ടാക്കിയിടാം. അപ്പം നമ്മുടെ ഇണ്ടേറി ഇപ്പോൾ ഇവിടെ ചുട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇണ്ടേറിയപ്പം ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇത് ആവിയിൽ വേവിച്ചെടുത്ത ഇണ്ടേറിയപ്പോൾ, ഇത് ദോശക്കല്ലിൽ ചുട്ടെടുത്ത ഇണ്ടേറിയപ്പമാണ്. അപ്പോൾ ഇതെല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കുക. വളരെ എളുപ്പം ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത്. അതിനുശേഷം ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.